നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണുള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വരും എന്നു തന്നെയാണ് കേരള സമൂഹത്തിൻ്റെ പ്രതീക്ഷ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും UDFൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ സജീവമാണ്, തർക്കങ്ങൾ രൂക്ഷമാണ് എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളെ വളരെ പെരുപ്പിച്ചു കാട്ടുന്ന ഒരു രീതി സമൂഹ മാധ്യമങ്ങളിൽ ഇടത് സൈബറിടങ്ങളിൽ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട്, വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ സൈബർ പോരാളികളാണ് എന്നുള്ള കാര്യം. VD സതീശനാണ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമായി നടത്തുന്നത്. അദ്ദേഹമോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ നാണം കെട്ട പ്രചാരണങ്ങളിൽ കൂടുതലും നടത്തുന്നത്. രമേശ് ചെന്നിത്തലയാകട്ടെ അദ്ദേഹം വളരെ പക്വമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം നിശബ്ദത പാലിക്കുന്നുണ്ട്. KC വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ വിലക്കുണ്ടായിട്ട് പോലും VD സതീശൻ ഇത്തരം പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല. അദ്ദേഹം പറയുന്നത് കപ്പിനും ചുണ്ടിനുമിടയിൽ തനിക്ക് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. VD സതീശൻ MLA ആയി വരുന്നത് 2001 മറ്റോ ആണ്. രമേശ് ചെന്നിത്തല അതിനു മുമ്പ് തന്നെ അദ്ദേഹം 82 മുതലോ മറ്റോ അദ്ദേഹം MLA ആയിരുന്നു. പിന്നീട് VD സതീശൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം രൂക്ഷമായ 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് കേരളത്തിലുള്ള 140 MLA-മാരിൽ ഒരാൾ മാത്രമായിരുന്നു VD സതീശൻ. അതിനു മുമ്പ് VD സതീശനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഈ VD സതീശൻ്റെ ഇത്തരം പരാമർശങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്കിൽ, തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, വളരെ വിശദമായിട്ട്. ഞാൻ ആ കുറിപ്പ് വായിക്കാം. ഒരേ നദിയിൽ 2 വട്ടം കുളി സാധ്യമല്ലല്ലോ എന്ന തലക്കെട്ടിലാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ ഒരാൾക്കും ഒരേ വെള്ളത്തിൽ 2 വട്ടം കുളിക്കാനാകില്ലെന്ന ഗ്രീക്ക് തത്വചിന്തകനായ ഹെരാക്ലൈറ്റസിൻ്റെ സന്ദേശം കേരളത്തിലെ കോൺഗ്രസ്സുകാർ പുണ്യവചനമായി എടുക്കണം. നദിയിലെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാം. രണ്ടാമത് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യമുണ്ടായിരുന്ന വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഒരേ വെള്ളത്തിൽ 2 വട്ടം കുളിക്കാൻ കഴിയില്ല. പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം, അവസ്ഥ, പ്രകൃതി എന്നിവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യമാണ് ഹെരാക്ലിറ്റസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ അർഹതയുള്ള ഒരേ ഒരാൾ എന്ന് സോഷ്യൽ മീഡിയ വാഴ്ത്തിപ്പാടുന്ന ആദരണീയ നേതാവ് അവകാശപ്പെടുകയാണ് ചുണ്ടിനും കപ്പിനുമിടയിൽ തനിക്ക് ഒട്ടേറെ പ്രാവശ്യം അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനിയും അവസരം നഷ്ടപ്പെട്ടാലും അതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി അതിനെ അവഗണിക്കുകയേ ഉള്ളൂ എന്ന്. കേൾക്കുമ്പോൾ അദ്ദേഹം എത്ര വലിയ ഉദാരമതി എന്നല്ലേ തോന്നൂ. ശരിയായിരിക്കാം. കാലുഷ്യമില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഞാൻ എളിമയോടെ ചോദിക്കുന്നത്, ഒരു ലേപനവും തേച്ചിട്ടില്ലാതിരുന്ന അങ്ങയുടെ ചുണ്ടിൽ ഒരു കപ്പ് 5 വർഷം മുമ്പ് മുതൽ കാണുന്നുണ്ടല്ലോ. ആ കപ്പ് എവിടെ നിന്ന് വന്നു? വന്ന വഴിയേത്? പിണറായി വിജയൻ മന്ത്രിസഭ ആദ്യത്തെ തുടർഭരണവുമായി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനവിധിയുമായി എത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ചുണ്ടിലായിരുന്നില്ലേ ആ കപ്പ്? എങ്ങനെ അന്ന് അത് ആവിയായിപ്പോയി? തൻ്റെ ചുണ്ടിലെ കപ്പ് തെറിപ്പിച്ചപ്പോൾ ഒരു ചെറിയ പ്രതിഷേധം പോലും അദ്ദേഹം മുഴക്കിയതായി കണ്ടില്ലല്ലോ. കേരളത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും ദേശീയ സംഘടനകളും കെട്ടിപ്പടുക്കുകയും ഒട്ടേറെ നിസ്തുല പദവികൾ ഇന്ദിരാഗാന്ധി മുതൽ സോണിയാഗാന്ധി വരെയുള്ള നേതാക്കളുടെ ലാളനയിൽ കയ്യെത്തിപ്പിടിക്കുകയും ചെയ്ത ഒരാളെ കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞപ്പോൾ അദ്ദേഹം ചുണ്ടിലിരുന്ന കപ്പ് പോയേ എന്ന് എവിടെയും ഓരിയിടുന്നത് ആരും കണ്ടില്ലല്ലോ. സ്വാഭാവികമായും പ്രതിപക്ഷ പദവിയിൽ എത്തേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയല്ലേ? അതാരോ അട്ടിമറിച്ചല്ലോ. അദ്ദേഹം അന്നത്തെ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കെതിരെ നിയമസഭയിൽ അഭൂതപൂർവമായ പോരാട്ടം നയിച്ചതല്ലേ? എന്നാൽ കേരളത്തിൽ CPM-ന് തുടർഭരണത്തിന് അവസരം കൊടുക്കണമെന്ന് RSS നേതൃത്വവും CPM-ഉം തമ്മിൽ അന്നുണ്ടാക്കിയ ഡീലിൻ്റെ ഭാഗമായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് ചെന്നിത്തലയെ പിഴുതെറിഞ്ഞ് മറ്റൊരാളെ കൊണ്ടുവരണം എന്ന ആശയം. ആരുടെ ചുണ്ടിലായിരുന്നു ആ കപ്പെത്തിയത്? ഹെരാക്ലൈറ്റസ് പറഞ്ഞതുപോലെ ഒരിക്കലും ഒരേ വെള്ളത്തിൽ 2 വട്ടം കുളിക്കാൻ കഴിയില്ല. അത് ഇവിടെ അന്വർത്ഥമാകുകയാണ്. അന്ന് മുഖ്യമന്ത്രിയും RSS നേതൃത്വവും ദില്ലിയിൽ രാത്രി നടത്തിയ രഹസ്യ കൂടിയാലോചനാ മുറിയിൽ മാധ്യമപ്രവർത്തകർ ഇടിച്ചു കയറിയതല്ലേ വിവാദമായത്? തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കാഴ്ചവെച്ചത്. പമ്പ മണൽക്കടത്ത്, സ്പ്രിംഗ്ലർ, AI ക്യാമറ, മൊബിലിറ്റി, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ VD സതീശൻ ഒരു കേസിൽ പോലും, ഒരു വിഷയത്തിൽ പോലും സർക്കാരിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചതായി നമ്മൾ കണ്ടില്ല. എന്ന് മാത്രമല്ല, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന പല വിഷയങ്ങളുണ്ടായിട്ടും അതിനെയൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ
പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമരങ്ങൾ നടന്നു. ആശാവർക്കർമാർ മാസങ്ങളോളം സമരം നടത്തി. CPO റാങ്കിൽ ഉൾപ്പെട്ട പുരുഷ റാങ്കിൽ ഉൾപ്പെട്ടവരും വനിതാ CPO റാങ്കിൽ ഉൾപ്പെട്ടവരും അവിടെ സമരം നടത്തി മാസങ്ങളോളം. അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വന്നുപോയി എന്നുള്ളതല്ലാതെ 24 മണിക്കൂർ ഒരു നിരാഹാര സത്യാഗ്രഹം പോലും നടത്താൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേട് തന്നെയാണ്. എന്ന് മാത്രമല്ല, മന്ത്രിയായി ഒരു ദിവസം പോലും അദ്ദേഹം ഒരു പ്രവർത്തിച്ച പരിചയവും അദ്ദേഹത്തിനില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് താൻ ആ ഒരു സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന താൻ ഇത്രയും കാലയളവിനുള്ളിൽ ഒരു വൻ പരാജയമാണെന്ന് അദ്ദേഹം തന്നെ നമുക്ക് തെളിയിച്ചു തന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ അത് നാടിനും ദോഷമാണ്, പാർട്ടിക്കും ദോഷമാണ്. അതാണ് ശക്തിധരൻ പറഞ്ഞു വെച്ചത്.